ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേസ് പാക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് കളർ വെക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഇത് നിങ്ങൾ ഒരു 30 ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഏത് ഫേസ് പാക്ക് ആയിക്കോട്ടെ, നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തില്ല എങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവത്തില്ല. അപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ അരിപ്പൊടി എടുക്കുകയാണ്. അരിപ്പൊടി നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കാനും നല്ലതായിട്ട് ബ്രൈറ്റ് ആക്കാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഞാൻ അടുത്തതായിട്ട് എടുക്കാൻ പോകുന്നത് ഉഴുന്നുപൊടിയാണ്. ഉഴുന്നുപൊടി നമുക്കറിയാം നമ്മുടെ ഫേസ് നന്നായിട്ട് കളർ വെക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഉഴുന്നുപൊടിയാണ് എടുക്കുക. ഉഴുന്നുപൊടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാവുന്ന ഫേസ് പാക്കാണ്. ഏത് പ്രായക്കാർക്കും ചെയ്യാം. അതേപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ചെയ്യാം. കുട്ടികൾക്കാണെങ്കിൽ ഒരു 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും ഇത് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയും 1 സ്പൂണാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി നമ്മുടെ സ്കിന്നെ ലൈറ്റൻ ചെയ്യാനും അതേപോലെ തന്നെ സൺ ടാൻ മാറാനും ഒക്കെ സഹായിക്കുന്ന, കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന കുറച്ച് പാലാണ്. ഒരു 2 സ്പൂണോളം പാലുണ്ട് കേട്ടോ. പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒത്തിരി വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് തിക്ക് പേസ്റ്റായിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ തിക്ക് പേസ്റ്റായിട്ടുള്ളതിനുള്ള അളവനുസരിച്ചാണ് ഞാൻ പാൽ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് വേണമെങ്കിൽ കുറച്ചും കൂടെ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് എടുത്തതിന് ശേഷം നമ്മൾ ഫേസ് പാക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പാലിന് പകരം തൈര് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫേസ് പാക്ക് റെഡിയായി. ഇനി ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കാണാം. ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ ദിവസവും മാക്സിമം ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. അതേപോലെ തന്നെ ഇത് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.